ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതൊരു മുമ്പേ സീരിയലിലെ ഇനി വരാൻ പോകുന്ന അടിപൊളി ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ റീത്താമയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെൽസിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് വണ്ടിയിലേക്ക് പോകുക കേട്ടോ. അത് കാണുമ്പോൾ അലീനക്ക് ഭയങ്കര സങ്കടമാവുണ്ട്. ആൻ്റെ പഞ്ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആൻ്റെ പഞ്ചേട്ടൻ പറയുന്നുണ്ട് അവൾക്ക് ചെറുപ്പത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, വലുതായപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു ഡോക്ടർ എന്താ അവർ കാണിക്കാത്തത്? അവിടെ റീത്താമ്മയുടെ ഭരണമല്ലേ, ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ പപ്പയുടെ ജീവിതത്തിൽ ഏറെക്കുറെ പങ്കും ഈ റീത്താമ്മ കാണല്ലേ. അതെ, ഇവര് തീരുമാനിക്കുന്ന പോലെ എൽസമ്മ ചലിക്കുള്ളൂ. അത് തന്നെയാണ് കേണൽ സാറിന്റെ ജീവിതത്തിന്റെ പരാജയം. ബാക്കിയൊന്നും എനിക്ക് അറിയില്ല മോള് വേണമെങ്കിൽ കേണൽ സാറോട് നേരിട്ട് ചോദിച്ചു നോക്ക് എന്ന് പറയണം. നമ്മുടെ അലീനെ റൂമിലിരിക്കുന്ന സമയത്ത് നന്നായിട്ട് മദ്യപിച്ചിട്ടാണ് നമ്മുടെ സ്റ്റാൻലി അകത്തേക്ക് കയറുന്നത് കേട്ടോ. അലീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവര് നിന്റെ റൂമിലേക്ക് വന്നിരുന്നോ? വന്നിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? എനിക്ക് ആദ്യം മനസ്സിലായില്ല. അത് പപ്പയുടെ മോളാണല്ലേ ടെൽസ? അതെ. ശരിക്കും പറഞ്ഞ ആ റീത്താമ്മ ആരാണപ്പാ? അത് എൽസമ്മയുടെ ചേച്ചിയാണ്. അവളാണ് എല്ലാത്തിലും തീരുമാനം എടുക്കുന്നത്. എൻ്റെ കുടുംബജീവിതം നശിയാൻ കാരണം അവരാ, ആ റീത്താമ്മ. അവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്? പണത്തിന് വേണ്ടി. അവൾക്ക് മുമ്പ് തൊട്ടേ പണം എന്ന് വിചാരം മാത്രമേ ഉണ്ടായുള്ളൂ. കൊടുത്തു, ഞാൻ കൈ നിറച്ചു കൊടുത്തു. പക്ഷെ മതിയാവുന്നുണ്ടാവില്ല. അതിൻ്റെ ദേഷ്യം വന്ന് കാണിച്ചത്. എൽസമ്മ ഒരു പാവമാണ്. റീത്താമ്മയുടെ കയ്യിലെ ഒരു കീ കൊടുക്കുന്ന ഒരു പാവം മാത്രമാണ് എൽസമ്മ. അത് മാത്രല്ല, ഇവർക്ക് 4 ആങ്ങളന്മാർ വേറെയുണ്ട്. തണ്ടും തടിയുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. റീത്താമ്മ എന്താണോ പറയണത് അത് മാത്രം ചെയ്യുന്ന ഒരു 4 ആങ്ങളമാര്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. റീത്താമ്മ പറയണ പോലെ കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ നടക്കുകയുള്ളൂ. എൻ്റെ മക്കൾക്ക് പോലും റീത്താമ്മനെ പേടിയാണ്. ഇനി അവർ വന്നാൽ മോൾ ടെൻഷനൊന്നും ആവണ്ട, വിഷമിക്കൊന്നും വേണ്ട. പപ്പയില്ലേ, ശരിക്കും പറഞ്ഞാൽ എൽസമ്മക്കും മക്കൾക്കും എല്ലാവരും ഉണ്ട്. ആരും ഇല്ലാത്തത് മോൾക്കാണ്. അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് മോളെ പ്രൊട്ടക്ട് ചെയ്യണ കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ലാലിച്ചൻ. അലീനൊക്കെ സമാധാനമൊക്കെ ഉണ്ട്. കുടിച്ചിട്ടൊക്കെ ഇങ്ങനെ 4 കാലിലേക്കാണ് തിരിച്ചു പോണത് ലാലിച്ചൻ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ റീത്താമ്മ വീട്ടിലെത്തിയിട്ട് ദേഷ്യത്തിൽ ഫോൺ വിളിച്ചിട്ട് തന്നെ ആങ്ങളമാരെയൊക്കെ വിളിക്കുകയാണ്. 4 തടിമാടന്മാരും വേഗം തന്നെ വരുന്നുണ്ട്. ആ 4 പേരിനെ ആരൊക്കെയായിട്ടാന്ന് അറിയത്തില്ല. ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ള 4 പേര് ആരാണെന്നും. അതിൽ 2 പേരുടെ പേര് എനിക്കറിയാം. അവരുടെ ഒരാളുടെ പേര് സേവിയർ എന്നാണ്, വേറൊരാളുടെ പേര് എന്തൊരു പ്രത്യേകതര പേരാണ് ഈ 4 പേരുടെ. അപ്പൊ ഈ ആങ്ങളമാരെ വിളിച്ചെടുത്തിട്ട് പറയുന്നുണ്ട് നമ്മുടെ റീത്താമഹം, അവിടെ ഞങ്ങൾ കേട്ടതൊക്കെ സത്യം തന്നെയാടാ. അവിടെ അയാളുണ്ടല്ലോ ആ സ്റ്റാൻലി, ഏതോ ഒരുത്തിനെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട് മകളാന്ന് പറഞ്ഞിട്ട്. ചേച്ചി, അതവരുടെ മകള് തന്നെയാണോ? ചേച്ചിക്ക് അങ്ങനെ തോന്നിയോ കണ്ടിട്ട്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി അയാളുടെ മകള് തന്നെയാണെന്ന്. അതെന്താ ചേച്ചി അവളെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്? എടാ, അയാളുടെ അമ്മയുണ്ടല്ലോ ചിന്നമ്മ, അവരെ പോലെ തന്നെയാ ഇരിക്കുന്നത് ഈ പറഞ്ഞ അവള്. ഞാൻ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുള്ളതല്ലേ വീട്ടിൽ പോയപ്പോൾ. അവള് തന്നെയാ, അവൾ എടുത്തു വെച്ചേക്കുന്ന പോലെ തന്നെയാ ഇവളുടെ മുഖം. പിന്നെ ഒരു DNA ടെസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അവൾ അത് മുതലെടുക്കുന്നുമുണ്ട് എന്ന് പറയാണ്. അല്ല, ഈ സ്റ്റാൻലിയുടെ പപ്പ വന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ? അയാളും ഇവിടെ പുറത്താക്കാൻ വേണ്ടി അവിടെ വന്നത്രേ. പക്ഷെ ഇവളെ കണ്ടപ്പോ മയങ്ങിപ്പോയി. ചിന്നമ്മയുടെ അതേ രൂപമല്ലേ. പിന്നെ ഇവളുടെ ഭരണം അവിടെ നടക്കുന്നത് 2 ലക്ഷം രൂപയാ അവളുടെ റൂം ശരിയാക്കാൻ വേണ്ടി ചെലവാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, അവൾക്കൊരു ആഡംബര കാറും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കാറോ? അതെ, അവിടുത്തെ വേലക്കാരാ എന്നോട് പറഞ്ഞത്. നമ്മക്കുണ്ടല്ലോ 3 മക്കള്. എൽസമ്മയിൽ അയാൾക്ക് ഉണ്ടായതല്ലേ ഈ 3 മക്കള്. ഇവർക്ക് എന്തെങ്കിലും അയാളെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുവരെ? എന്തിനു ചോദിക്കുമ്പോഴേക്കും അയാളെ വായടഞ്ഞു പോവല്ലേ. എടാ, നമുക്കെല്ലാം കൂടി ഇതിലൊരു തീരുമാനം എടുക്കണം. പള്ളിക്കാരെ അറിയിക്കണം, സമുദായത്തിൽ അറിയിക്കണം, അച്ഛനെ അറിയിക്കണം, എല്ലാവരും അറിയിച്ച് നമുക്കിതിലൊരു തീരുമാനം എടുത്തേ പറ്റൂ. അലീന അവളുടെ പേര്. അവൾക്കൊരു 10 വയസ്സ് പോലും സ്വത്ത് കൊടുക്കാൻ പാടില്ല. നിയമവശം നോക്കുകയാണെന്നുണ്ടെങ്കിലേ നമ്മുടെ മക്കൾക്കാണ് ഈ സ്വത്തും കാര്യങ്ങളൊക്കെ വേണ്ടത്. ഇവരുടെ 3 പേരുടെ പേരിൽ അത് സ്വത്തുക്കൾ 4 ആയിട്ട് ഭാഗിക്കണം. 3 മക്കളുടെ പേരിലും പിന്നെ ഒരു സ്വത്ത് അത് അയാൾ എടുത്തോട്ടെ എന്ന് പറയാണ്. എന്തായാലും സ്വത്തിന് നല്ലൊരു പങ്ക് നമ്മുടെ മക്കൾക്ക് തന്നെ കൊടുക്കണം. അയാൾ ഇപ്പം നിൽക്കുന്ന എസ്റ്റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നേടിയെടുത്തേ പറ്റൂ. അലീന എന്ന് പറഞ്ഞവൾക്ക് ഒന്നും കൊടുക്കരുത് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ടെൽസ വേഗം തന്നെ ആങ്ങളമാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഞാനിന്ന് ചേച്ചീനെ കണ്ടല്ലോ. ചേച്ചീനെയോ? നിന്റെ ചേച്ചി ടാനിയല്ലേ? അല്ല, മറ്റേ ചേച്ചിന, അലീന ചേച്ചിന. അലീന ചേച്ചിയോ? എപ്പോ മുതലാടി അവള് നിന്റെ അലീന ചേച്ചി ആയത്? നല്ല ചേച്ചിയാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ടാനിയ ചേച്ചിനെ പോലെ തന്നെയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നെ ചേച്ചിയെ അവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞതാ. ഇവര് സമ്മതിച്ചില്ല, റീത്താമ്മ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ നിന്നാനെ എന്നൊക്കെ പറയാണ്. എന്താ ചേച്ചി, പോയപ്പോ തന്നെ അവൾ ഇവളെ കൊണ്ട് കയ്യിലെടുത്തോ?
എന്ത് പറയാനാ, അവൾ അങ്ങനത്തെ ഒരുത്തിയ, എല്ലാവരും കയ്യിലെടുക്കും. ആ നായ്ക്കളെ വരെ കയ്യിലെടുത്തെന്നാ പറഞ്ഞത്. ആ നായ്ക്കളെയോ? ഓ, ആ വീട്ടിലെ പോവാൻ തന്നെ പേടിയാ ആ നായ്ക്കള് കാരണം. ഒരു ദിവസമേ നമ്മുടെ എലിസമ്മയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടേ ഞാൻ അവിടേക്ക് പോയിരുന്നു അയാളെ കാണാനായിട്ട്. അപ്പൊ ആ നായ്ക്കൾ എല്ലാരും കൂടി കടിച്ച് കീറാൻ വേണ്ടി വന്നു. അതിനുശേഷം ആ കേണൽ വന്നപ്പോഴാ ആ നായ്ക്കളൊന്നും നിലത്തേക്ക് ഇരുന്നത്. എന്നിട്ട് ആ നായ്ക്കളെയാണോ അവൾ കയ്യിലെടുത്തത്? അതേടാ, ആ നായ്ക്കളെ വന്ന ദിവസം തന്നെ കയ്യിലെടുത്തുന്ന പൗലോസ് പറഞ്ഞത്. അപ്പൊ അവൾ അപാര പുള്ളി തന്നെയാണല്ലോ ചേച്ചി. അവൾ ആരെങ്കിലും ആവട്ടെ, അവൾ എവിടെയെങ്കിലും നിൽക്കട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ സ്വത്തിന്റെ ഒരു അംശം പോലും അവൾക്ക് കൊടുക്കരുത്. അത് തന്നെയാ വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോ എലിസമ്മ ചേച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോ, അവള് ഒരു ധ്യാനത്തിന് പോയി. അവൾക്ക് ഈ ധ്യാനവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എടാ, അവളെ കുറ്റം പറയണ്ട, അവൾക്ക് പിന്നെ എന്താടാ ചെയ്യാൻ പറ്റുക, അവൾക്ക് വേറെ ആരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് റീത്താമ്മ. ശരിക്കും റീത്താമ്മ കാരണം തന്നെയാണ് എലിസമ്മയുടെ ജീവിതം ഇങ്ങനെ ആയത്. എലിസമ്മ പാവം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് അലീന വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ കുട്ടിയുണ്ടല്ലോ, അത് മൂത്തതാണോ രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് സ്റ്റാലി പറയുന്നുണ്ട്, 3 മക്കളാണ്. മൂത്തത് ടാനിയ, ഇത് ടെൽസ, പിന്നെ ഇളയവൻ ഒരാൾ കൂടിയുണ്ട് എന്ന് പറയാണ്. ഈ കുട്ടി എത്രയിലാ പഠിക്കണത്? അവള് 8ാം ക്ലാസ്സിലാ പഠിക്കണെന്ന് പറയും. കുട്ടിക്ക് എന്ത് സംഭവിച്ചതാ? അവള് നല്ല കുട്ടിയായിരുന്നു, പക്ഷേ പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറയാണ്. അത് നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ മതി, അവൾ നല്ല കുട്ടിയാ, പെട്ടെന്ന് റെഡിയാവോ. പക്ഷെ ഇപ്പൊ തന്നെ കാണിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെന്താ കാണിക്കാത്തത്? പപ്പയുടെ മോളല്ലേ, പപ്പയല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞാലും ആ വീട്ടില് ആരുടെ ഇതാന്ന് ഞാൻ മോളത്ത് പറഞ്ഞില്ലേ, ഭരണമാണെന്ന്. റീത്താമ്മയുടെ ഭരണമാ. ഒന്നും നടക്കില്ല. എൻ്റെ മക്കളെ പോലും ഇവിടെ നിർത്താൻ പോലും സമ്മതിക്കില്ല. മുഴുക്കുടിയൻ്റെ കൂടെ മക്കൾ നിൽക്കണ്ടെന്നൊക്കെ അവള് പറയുള്ളൂ. എൻ്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മുഴുക്കുടിയനാവില്ലായിരുന്നു എന്ന് പറയാണ്. അലീന പറയണ്ട്, പപ്പ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ പപ്പക്ക് വാക്ക് തരാണ്. ഇത് എൻ്റെ വാക്കാണ്. ഈ 3 മക്കളെയും എലിസമ്മ എന്ന് പറഞ്ഞ പപ്പയുടെ ഭാര്യയും ഇവിടെ വന്നിരിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാണ്, പപ്പ വിശ്വസിക്കേ. എനിക്ക് അതിലൊന്നും വലിയ ഇതൊന്നുമില്ല. എലിസമ്മയും ഞാനും ഏകദേശം പിരിയുന്ന വക്കീലായി. പക്ഷെ എൻ്റെ മക്കള്, അവരെനിക്ക് കാണാതെ ചില സമയത്ത് ഭ്രാന്ത് പിടിക്കും. അവരുടെ മുഖം കണ്ടില്ല, എൻ്റെ മോളുടെ അവസ്ഥ. അവളെയൊക്കെ ഞാൻ റെഡിയാക്കി തരാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ അലീന. വാക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ലാലിച്ചന. അലീന മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതിനേക്കാളും പിടിച്ചാൽ കിട്ടാത്ത കേസായിരുന്നു ആ രോഹിയും ബബിതയും. എന്നിട്ട് അവരത്ത് വരെ നമ്മുടെ അലീന കാരണം ഒന്ന് ഓക്കെ ആക്കി എടുത്തില്ലേ. അവിടെ ആകെ കൃഷ്ണജ മാത്രമേ നല്ല രീതിയിലുള്ളതുള്ളൂ. രോഹിയൊക്കെ എന്തായിരുന്നു? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പിള്ളേരൊക്കെ എത്രയോ ഭേദം. എന്തൊക്കെ പറയാൻ, മനുഷ്യരെ കണ്ടാൽ ചിരിക്കുന്ന പിള്ളേരെങ്കിലും ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന വിചാരിക്കുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ അനിയത്തിയാണ് ടെൽസ, അവളെ നല്ല രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം. ഡോക്ടറെ കാണിക്കുന്നില്ലെങ്കിൽ ശരി, കുഴപ്പമില്ല. പക്ഷെ അവൾക്ക് അവളെ പപ്പനെ കാണാൻ വേണ്ടി ഇവിടെ വരാലോ. ഇവിടെ വരുന്ന സമയത്ത് അവൾ എങ്ങനെയെങ്കിലൊക്കെ സംസാരിച്ച് അവളുടെ കാര്യം അവൾക്ക് എന്തോന്ന് മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി അവൾക്ക് വേണ്ടത്ര ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്നേഹവും വാത്സല്യവും കൊടുത്താൽ മാത്രമേ അവൾ ഓക്കെ ആവുള്ളൂ എന്ന് മനസ്സിലാക്കി അലീന ഇനി തൻ്റെ സഹോദരങ്ങളായിട്ട് 3 പേരെ കയ്യിലെടുക്കാൻ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവർ 3 പേരും നല്ല കുട്ടികളാണ് കേട്ടോ. ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും മറ്റ് വൈജയന്തിന് അത്രയും ഒരു പ്രശ്നക്കാരൊന്നും അല്ല ഇവര്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.